വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ അവസാന ഭാഗത്തിൽ നമ്മൾ മോഹൻ ബഗാനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിലിംഗ് വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ആ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ 2-3-4 പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മോഹൻ ബഗാൻ്റെ വീഡിയോ മുഖ്യം ബിഗിലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻ ആയിരുന്നു. ഇതുകൊണ്ട് തന്നെ ഈ ഒരു 3 ദിവസം വീഡിയോ ഇട്ടിട്ടില്ല. സോ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ കുറിച്ചിട്ട് ഒന്ന് വിശകലനം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. എൻ്റെ അഭിപ്രായങ്ങളും എനിക്ക് തോന്നിയിട്ടുള്ള തോട്ട്സുകളാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. നമ്മൾ 100K എന്ന് പറയുന്ന ആ ഒരു കിടിലൻ ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യം തന്നെ ശ്രമിക്കട്ടോ. സോ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ടീമായിട്ടുള്ളൊരു ടീമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. അതെ, ഈ ATK, അതായത് അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത അല്ലെങ്കിൽ അമർ കൊൽക്കത്ത, ATK മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, എനിക്ക് അങ്ങനെ പറയാനൊന്നും താല്പര്യമില്ല. ഞാൻ എന്തായാലും ഈ 5-6 പേര് എല്ലാം ഒരു ടീമിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം അവരുടെയും ATKയുടെയും കൂട്ടാതെയാണ് അവർ ട്രോഫിയും കണക്കൊക്കെ കാര്യങ്ങൾ വെക്കൽ. പക്ഷേ ഒരു മിനിമം ISL പ്രേമിയെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരിക്കലും ATK അല്ല മോഹൻ ബഗാൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം അതൊക്കെ ഒരു ടീം തന്നെയാണ്. പേരിൽ പല മാറ്റങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. അത് തന്നെയാണ് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും ആ പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്നല്ലാതെ വലിയ കാര്യങ്ങളൊന്നും രണ്ട് ടീമിലും, അതായത് ഈ ഒരുപാട് ടീമിലൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും ISL എഫക്റ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ആരാധകരിലേക്ക് കൊണ്ടെത്തിക്കുന്ന യഥാർത്ഥ ടീമുകളിലൊന്നാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്നത്. 2014 to 2025 വരെ ഒരു 2 സീസൺ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സീസണും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടീമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. അതായത് നമ്മുടെ അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത എന്നൊക്കെ പറയുന്ന ഈ ഒരു ടീം. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയായിട്ടുള്ള കഴിഞ്ഞ മത്സരം, കൊച്ചിയിൽ വെച്ചിട്ടുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. ഒരു ആരാധകൻ ഒരു നാഷണൽ ടീമാണ്, അതായത് നാഷണാലിറ്റി ടീമാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫ്ലെക്സ് പൊക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അത് ട്രൂ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു നാഷണൽ ലെവലിലുള്ള ഒരു ക്ലബ്ബാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. കൊൽക്കത്തൻ ഫുട്ബോളിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം കൊൽക്കത്തൻ ഫുട്ബോൾ ലോകത്തിന് മുമ്പ് തന്നെ ഒരുപാട് പരിചിതമായിട്ടുള്ള ഫുട്ബോൾ തന്നെയാണ്. ഇപ്പോഴും ഗൂഗിളിൽ പോയിട്ട് കൊൽക്കത്തൻ ഫുട്ബോളിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക മെക്ക ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ എന്നാണ്. അതായത് ഹിസ്റ്ററി അത്രയും തോനെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ക്ലബിന്. നല്ല ഒരു ഫുട്ബോൾ കൾച്ചർ ഉണ്ട് എന്നുള്ളതും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് തന്നെ ISL വന്നു കിട്ടുന്ന മുഹമ്മദൻസ് ഉണ്ട്, ഈസ്റ്റ് ബംഗാൾ ഉണ്ട്, മോഹൻ ബഗാൻ ഉണ്ട്. പക്ഷേ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത് മോഹൻ ബഗാൻ മാത്രമാണ്. 2017-18 സീസൺ, 18-19 സീസൺ, ഈ 2 സീസൺ ഒഴികെ ബാക്കി എല്ലാ സീസണുകളിലും ടോപ്പ് 4-ലെത്താൻ പറ്റിയിട്ടുള്ള ഒരു ടീമാണ് ഇവർ. സീസണുകൾ ഓരോന്ന് കഴിയുമ്പോഴും ആരാധകരെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു പോരാട്ടം കാഴ്ചവെക്കുന്ന യഥാർത്ഥ ടീം. ഇപ്പോൾ പല ആൾക്കാർ, ഇപ്പോൾ വിമർശകരായിട്ടുള്ള ഒരുപാട് പേര് കമ്മിറ്റി ടീം എന്നൊക്കെ പറയുന്നുണ്ട്. ISLലുള്ള ഒരു കമ്മിറ്റി ടീമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ അതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം ഇത് ഫുട്ബോളാണ്, ഇവിടെ എന്തും എങ്ങനെയും സംഭവിക്കാം. പൈസൻ്റെ മേലിൽ പല കാര്യങ്ങളും ഉണ്ടാവും. ബട്ട് ഒരു മത്സരം വരുമ്പോൾ, ഇപ്പോൾ ബഗാൻ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ്, അവിടെ ഒരു റഫറിങ്ങിൻ്റെ പ്രശ്നം നമുക്ക് വല്ലാതെ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. സോ അതെന്ന് പറയേണ്ടത് ഫുട്ബോൾ ആയതുകൊണ്ടാണ്. ഇത് ഇവിടെ പലതും പല കാര്യങ്ങളൊക്കെ മാറി വന്നിരിക്കാം. അതുകൊണ്ട് ഈ കമ്മിറ്റി ടീം എന്ന് പറയുന്ന വാക്കിൽ എനിക്ക് വലിയ താല്പര്യമില്ല പറയാൻ. കറണ്ട് സിറ്റുവേഷനിൽ ഈ സീസണിൽ തന്നെ FC ഗോവയുമായിട്ട്, അതായത് 2ാം സ്ഥാനക്കാരുമായിട്ട് ഇപ്പോൾ 10 പോയിന്റിൻ്റെ വ്യത്യാസം ഏകദേശം നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന ഈ ടീമിനുണ്ട്. 57 കോടിയാണ് ഇന്ന് ഈ ടീമിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. വൈ ദിസ് ടീം ഈസ് സ്പെഷ്യൽ? സത്യം പറഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം സഞ്ജീവ് ഗോങ്ക എന്ന് പറയുന്ന അവരുടെ ആ ഒരു ഓണറാണ്. കാരണം അദ്ദേഹമാണ് ഈ ഒരു ടീമിനെ ടീമാക്കി മാറ്റുന്നത്. ഇയാളുടെ ഓരോ തീരുമാനങ്ങളും, ഇപ്പോൾ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ എന്ന് പറയുന്നത് ബാക്കിയുള്ള ക്ലബ്ബുകൾ കണ്ടുപഠിക്കണം. ബാക്കിയുള്ള പല ക്ലബ്ബുകളും ഇത് കണ്ടിട്ടാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇക്കഴിഞ്ഞ പല സീസണുകളിലും ടോപ്പ് 4-ലെത്താൻ പറ്റിയിട്ടുള്ള ഒരു ക്ലബിനെ കണ്ടുപഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരെ കണ്ടാൽ പഠിക്കുക. ഇനി മറ്റൊരു കാര്യമാണ് ഈ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സിൻ്റെ മികവ്. അതായത് ഇവർ ഏറ്റവും കൂടുതൽ മികവ് തെളിയിക്കേണ്ടത് പ്ലേയേഴ്സ് സൈനിങ്ങിൽ, അതുപോലെ കോച്ചിങ് സ്റ്റാഫ് സൈനിങ്ങിലാണ്.
ബഗാൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ കോച്ചിങ് സ്റ്റാഫിനെയൊക്കെ സൈൻ ചെയ്യുന്നതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക മൈൻഡ് സെറ്റിംഗ് ഗെയിം കളിക്കുന്ന പോലെയാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ബഗാൻ്റെ സൈഡിൽ നിന്നും വന്നിട്ടുള്ള കോച്ചുമാരൊക്കെ ISL എക്സ്പീരിയൻസ് ഉള്ള കോച്ചുമാരാണ്. ഇപ്പോൾ ഒരു 5-6 മത്സരങ്ങൾ തോറ്റ് കഴിഞ്ഞാൽ, പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ കോച്ചിനെ മാറ്റി നിർത്തിയിട്ട് പിന്നെ അവർ കൊണ്ടുവരുന്നത് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കോച്ചിനെ ഒന്നല്ല, ISL തന്നെ എക്സ്പീരിയൻസ് ഇട്ടുള്ള ആ ഒരു കോച്ചിനെ കൊണ്ടുവരും. ഇപ്പോൾ ഹബാസിനെ മാറ്റിയിട്ട് അതേ സ്ഥാനത്തേക്ക് യുവാൻ ഫെറാണ്ടോയെ കൊണ്ടുവന്നു. യുവാൻ ഫെറാണ്ടോയെ മാറ്റിയിട്ട് അതേ സ്ഥാനത്തേക്ക് വീണ്ടും ഹബാസിനെ കൊണ്ടുവന്നു. ഇപ്പോൾ ഇത് ഹബാസിനെ മാറ്റിയിട്ട് അവിടേക്ക് ജോസെ മൊളീഞ്ഞയെ കൊണ്ടുവന്നു. മൊളീഞ്ഞ എന്നൊക്കെ പറയേണ്ടത് 2016 കാലഘട്ടത്തിൽ മോഹൻ ബഗാന് വേണ്ടി, അതായത് ഈ ATKക്ക് വേണ്ടിയിട്ട് കപ്പടിച്ചു കൊടുത്തിട്ടുള്ള ഒരു എന്താ പറയുക കോച്ചാണ് എന്നുള്ളത് ഒരു വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കോച്ചിനെ കൊണ്ടുവരുന്നതിന് പകരം ഈ കഴിഞ്ഞ ഒരു 5-6 സീസണായിട്ട് അവർ കൊണ്ടുവരുന്നത് ISL തന്നെ എക്സ്പീരിയൻസ് ഉള്ള കോച്ചുമാരെയാണ്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു കാര്യമാണ്, അതായത് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ സൈനിങ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ യങ് ടാലൻറ്റഡും ടോപ്പ് ക്ലാസ്സും ആയിട്ടുള്ള പ്ലേയേഴ്സിനെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന ടീം എപ്പോഴും ടീമിലെത്തിക്കാനായിട്ട് ശ്രമിക്കല്. ഇപ്പോൾ ബഗാനിൽ കളിക്കുന്ന പകുതിയിലേറെ താരങ്ങളും ഇന്ത്യൻ പ്ലേയേഴ്സ്, അതായത് നാഷണൽ ടീമിന് വേണ്ടിയിട്ട് ബൂട്ട് കെട്ടുന്നവരാണ്. സഹൽ അബ്ദുൽ സമദ്, അനിരുദ്ധ് താപ്പ, സുഭാഷിഷ് ബോസ്, ആഷിഖ് കുർണിയൻ, അതുപോലെ ലിസ്റ്റൻ കൊളാസോ, അപ്പൂയ, മൻവീർ സിംഗ്, വിശാൽ കെയ്ത്ത്, ഇനി അതിന് പുറമെ ആശിഷ് റായ്, ഇവരൊക്കെ എന്താണ് ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് പന്ത് തട്ടുന്ന ആൾക്കാരാണ് എന്ന് പറയേണ്ടി വരും. ഒരു 90%, ഒരു 85-70% ഇവരൊക്കെ ഇന്ത്യൻ ടീമിന്, നാഷണൽ ടീമിന് വേണ്ടിയിട്ട് ബൂട്ട് കെട്ടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് പ്ലേയേഴ്സിനെയാണ് ടീമിലെത്തിക്കാനായിട്ട് എന്ത് വിലയും കൊടുത്തിട്ട് നൽകുന്ന ഒരു ടീമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ സഹൽ ആൻഡ് അനിരുദ്ധ് താപ്പ. സഹൽ എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ഒരു കളിക്കാരനാണ്. അതിന് പുറമെ അനിരുദ്ധ് താപ്പ എന്ന് പറയുന്നത് അതിലേറെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന രീതിയിലായിരുന്നു ചെന്നൈയിൻ FCയിൽ അദ്ദേഹം പന്ത് തട്ടിയിട്ടുണ്ടായിരുന്നത് അവരുടെ ക്യാപ്റ്റന് കൂടെയാണ്. അപ്പോൾ ഈ 2 താരങ്ങളെയും, അതുപോലെ ലിസ്റ്റൻ കൊളാസോ എന്ന് പറയുന്നത് ഒരു കാലത്ത് ഹൈദരാബാദ് FCയുടെ യുവ മൂർച്ചയേറിയിട്ടുള്ള ഒരു വാളായിരുന്നു. ഈ 3 താരങ്ങളെയൊക്കെ ഇവർ ടീമിലെത്തിച്ചത് എത്ര സുന്ദരമായിട്ടാണെന്ന് ആലോചിച്ചു. പിന്നെ അപ്പുയനൊക്കെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയിൽ ഒരു കാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു കളിക്കാരനാണ്. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്ന ഒരു ക്ലബ്ബാണ്. ആ ക്ലബ്ബിൽ നിന്നും ഇതുപോലെ ഒരു താരത്തെ അവർ എന്ത് വില കൊടുത്തും സ്വന്തമാക്കാനായിട്ട് തയ്യാറായി ടീമിലെത്തിച്ചു. ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഓരോ കളിക്കാരാണ് ഇപ്പോൾ അവരുടെ ടീമിൽ, ഇന്ത്യൻ ടീമിലുള്ളത്. അതിൻ്റെ പുറമെ ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരാളെയും പുറത്ത് കളയുന്നില്ല എന്നതിലാണ്. അതിൽ പ്രധാന ഉദാഹരണമാണ് സുഭാഷിഷ് ബോസിനെ പോലെയുള്ള താരങ്ങൾ. ഇപ്പോൾ എന്താ പറയുക, ബഗാൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത്, ബഗാൻ്റെ ജീവൻ സുഭാഷിഷിലാണ് എന്ന് പറയുന്ന രീതിയിലാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പെട്ടിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ ബെഞ്ച് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ബഗാനെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് പ്ലെയർ എന്ന് പറയുന്ന രീതിയിലുള്ള പ്ലേയേഴ്സ് അവരുടെ പക്കൽ ഇപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഇല്ല. അവരുടെ പ്ലേയേഴ്സൊക്കെ ഇപ്പോൾ ബെഞ്ച് സ്ട്രെങ്ത്തിലുള്ള പ്ലേയേഴ്സിലായാലും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ് എന്ന് വേണം പറയാൻ. വേറെ ചില ടീമിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷനായിട്ട് എടുക്കാൻ പറ്റുന്ന താരങ്ങളായിരിക്കും ഇപ്പോൾ ബഗാൻ്റെ ബെഞ്ച് സ്ട്രെങ്ത്തിലൊക്കെ ഉള്ളത്. അങ്ങനത്തെ ഓരോ സിറ്റുവേഷനിലൂടെയാണ് ബഗാൻ ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിനെ നെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്, ISLനൊക്കെ നെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഫോറിൻ സൈനിങ്ങാണ്. ഇവിടെ പല രീതിയിലുള്ള പല കാര്യങ്ങളും ബഗാനിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ISLനെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫോറിൻ സൈനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രണ്ടൻ ഹാമിൽ, ഹെക്ടർ യൂസ്റ്റേ, അതുപോലെ ജോണി കൗക്കു, ഹ്യൂഗോ ബോമസ്, അർമാൻഡോ സാദിക്കു, ഇവരൊക്കെ എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണോട് കൂടിയിട്ട് ബഗാനിൽ നിന്നും പറഞ്ഞു വിട്ടവരാണ്. അതായത് ബഗാനിൽ നിന്നും ഒഴിവാക്കിയവരാണ്. ഇതിൽ അസിസ്റ്റ് കൂടുതൽ അടിക്കുന്ന ആൾക്കാരുണ്ട്, ഗോൾ അടിച്ച ആൾക്കാരുണ്ട്, കിടിലം പ്ലേയേഴ്സുകളുണ്ട്, അതുപോലെ നല്ല രീതിയിൽ ബാക്ക് പൊസിഷൻ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഡിഫൻഡർമാരുണ്ട്. ബട്ട് അവരൊക്കെ പറഞ്ഞു വിട്ടു. അവിടെ നിർത്തിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ദിമിത്രിയോസ് പെട്രാട്രോസിനെയും അതുപോലെ കമിങ്സിനെയും ആണ് നിർത്തിയിട്ടുള്ളത്. ഇതിലേതോ ഒരു താരം, അതായത് ഈ 5 താരങ്ങളിൽ ആരോ ഒരാളെ പകുതിക്ക് വെച്ച് പുറത്താക്കി. അങ്ങനെയാണ് 6 ഫോറിൻ സൈനിങ് വീണ്ടും അവർ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഉത്തരം എന്ന് പറയുന്നത്, ഈ ഒരു എന്താ പറയുക പ്ലേയേഴ്സിനെയൊക്കെ പുറത്താക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു AFC ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്ന ആ ഒരു ട്രോഫി ആയിരിക്കും. കാരണം ഒരു ISL കിരീടം മാത്രം ലക്ഷ്യം വെച്ചിട്ടല്ല ബഗാൻ എന്ന് പറയുന്ന ടീം ഒരു ഫോറിൻ സൈനിങ് നടത്തുന്നത്. അതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു തന്ത്രം എന്ന് പറയുന്നത്. അവർക്ക് AFC ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്ന ആ ഒരു ട്രോഫി കൂടെ അടിക്കാനായിട്ടുള്ള കെൽപ്പുള്ള ഒരു സ്ക്വാഡാണ് ആവശ്യം. അതാണ് അവരുടെ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്.
ഈ താരങ്ങളൊക്കെ പോയപ്പോൾ ആശങ്ക പ്രകടിപ്പിച്ചവർ ഇപ്പോൾ അർമാദിക്കാണ് എന്ന് വേണം പറയാൻ. കാരണം ജെർമി മക്ലേറൻ, ടോം അൾഡ്രിഡ്, ആൽബർട്ടോ റോഡ്രിഗസ്, ഗ്രേഗ് സ്റ്റുവർട്ട്, കമ്മിങ്സ്, പെട്രോട്ടോസ്, ഈ ഒരു ബ്രഹ്മാണ്ഡ സ്ക്വാഡാണ് ഇപ്പോൾ ഇവരുടെ ഫോറിൻ താരങ്ങൾ എന്ന് പറയുന്നത്. എല്ലാം ടോപ്പ് ക്ലാസ് പ്ലേയേഴ്സ് ആണ് എന്നുള്ളതാണ് അർത്ഥം. ഇപ്പോൾ ജെർമി മക്ലേറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എ ലീഗ് പ്ലെയറാണ്, അതായത് ഓസ്ട്രേലിയയിലെ എ ലീഗ് പ്ലെയറാണ്. അതുപോലെ തന്നെ അദ്ദേഹം വരുന്നത് എന്ന് പറയുന്നത് മെൽബൺ സിറ്റിയുടെ സ്റ്റാർ സ്ട്രൈക്കർ ആയിരുന്ന ആ ഒരു ഘട്ടത്തിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ നിന്നൊക്കെ നമുക്ക് വ്യക്തമാണ് എത്രമാത്രം നല്ല രീതിയിലാണ് ഇവിടെ ഫോറിൻ സൈനിങ് ഒക്കെ ബെഗാൻ ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ ടോം അൾഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും ഒരു എ ലീഗ് പ്ലെയറാണ്. ആൽബർട്ടോ റോഡ്രിഗസിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് 1 ഇന്തോനേഷ്യയുടെ ലീഗ് 1 ടോപ്പ് ഡിഫൻഡർ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹമാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ സ്റ്റുവർട്ട്, പെട്രോട്ടോസ്, ഇവരെ സംബന്ധിച്ചിടത്തോളം IS ഫെയിമാണ്, അതായത് ISL ഫെയിം ആയിട്ടുള്ള കളിക്കാരനാണ്. ISL ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള കളിക്കാരിൽ 2 പേരാണ് ഇവർ, അതായത് ഫോറിൻ താരങ്ങൾ. കമ്മിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാഷണൽ പ്ലെയറാണ്, ഓസ്ട്രേലിയയുടെയൊക്കെ നമ്മുടെ വേൾഡ് കപ്പൊക്കെ കളിച്ചിട്ടുള്ളൊരു കളിക്കാരനാണ്. അദ്ദേഹത്തെയൊക്കെ ടീമിലെത്തിക്കാൻ എത്രമാത്രം ഇവർ ആഴത്തിൽ ചിന്തിച്ചിരിക്കണമെന്ന് കരുതണം. ഇതാണ് അപ്പോൾ നമ്മുടെ പറഞ്ഞു വരുന്ന ഒരു എന്താ പറയുക അവരുടെ ഫോറിൻ സൈനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ അവരുടെ ഡിഫൻഡേഴ്സ് മാത്രം മതി, ടോം അൾഡ്രിഡ്, ആൽബർട്ടോ റോഡ്രിഗസ്, ഇവർ മാത്രം 8 ഗോളുകളാണ് അടിച്ചിട്ടുള്ളത്, അതായത് ഫോറിൻ ഡിഫൻഡേഴ്സ്. അതിലേക്ക് സുഭാഷിഷിൻ്റെയും കൂടി കൂടുമ്പോൾ 6 ഗോളും കൂടി കൂടുമ്പോൾ അവിടെ 14ഓളം ഗോളുകൾ ഇവരുടെ ഡിഫൻഡേഴ്സ് തന്നെ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. വല്ലാത്ത ജാതി ഒരു എന്താ പറയുക ഫോറിൻ സൈനിങ്ങുകളും ഇന്ത്യൻ സൈനിങ്ങുകളും നടത്തുന്ന ഒരു ക്ലബ്ബാണ് നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്നത്. ഒരു ടീമിൻ്റെ ഏറ്റവും ടോപ്പാക്കുന്നത് അവരുടെ ടീം സ്ട്രെങ്ത്തിലാണ്. അതിനായിട്ട് ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടത് പ്ലേയേഴ്സും കോച്ചിങ് സ്റ്റാഫുമാണ്. ഇവരുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള നല്ല ഇടപെടലോട് കൂടിയുള്ള കിടില മെൻറ്റാലിറ്റിയുള്ള ആരാധകരെയും അവർക്ക് കിട്ടും. അതിന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന ഈ ക്ലബിനുണ്ട്. വിമർശകർ പലതും പറയും, അതിന് നമ്മൾ ചെവിട് കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം മോഹൻ ബഗാൻ്റെ ഒരു കളിയെങ്കിലും ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. സോ ഇതുവരെ ആയിട്ടുള്ള ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ തോട്ടിലുദിച്ച് ഞാൻ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും ജസ്റ്റ് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടോ, അതിലേക്കും ബൈ.